മഴ തോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കുര്യച്ചൻ്റെ മകൻ വന്ന് അപ്പോൾ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ പീഡന കേസ് ആയ കാരണം കൊണ്ട് ആരും കയ്യേൽക്കില്ല, എല്ലാവർക്കും ഇഷ്ടക്കുറവായിരിക്കും, നാറ്റക്കേസല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കാര്യത്തിൽ ഒന്നും ഇടപെടേണ്ട. ആകെ ചെയ്യാവുന്നത് ആ പെൺകുട്ടിനെ എങ്ങനെയെങ്കിലും ഇറക്കണം. കാരണം അവളെ പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമില്ല. ചോദ്യം ചെയ്ത് വിട്ടയക്കല്ലേ, ഈ നേരമായിട്ടും വിട്ടയച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഓർഫൻ ആയതുകൊണ്ട് ആരും അന്വേഷിക്കില്ലല്ലോ. അങ്ങനെ ഒരു കാര്യം അവർക്കുണ്ട്. അവൾ പാവമാണ്, ആത്മാർത്ഥത വെച്ചിട്ട് കൂടുതലുന്നുള്ളൂ. ഒരു വക തെറ്റും അവളുടെ ഭാഗത്തു നിന്നില്ല എന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ടെന്നൊക്കെ മാമച്ചായൻ ഇങ്ങനെ 100 നാവിൽ ഇങ്ങനെ പറയും അലീനെ കുറിച്ച്. അപ്പം നമ്മുടെ കുര്യച്ചൻ്റെ മോൻ പറയും, എന്തായാലും നിൻ്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കും നമ്മുടെ മീരയോട്. അപ്പോൾ മീര പറയും, ഞാൻ അച്ഛനായിട്ട് സംസാരിക്കാൻ പപ്പ എന്ന് പറഞ്ഞ് അകത്ത് പോയി അപ്പം അച്ഛനായിട്ട് സംസാരിക്കണം. അപ്പം അച്ഛൻ പറയും, ഭയങ്കര പ്രശ്നമുള്ള കേസിന് മോളെ, അത് നമുക്ക് ഇടപെടാനൊന്നും പറ്റില്ല. നാളെ ഭയങ്കര ഭൂകമ്പാവുന്ന ഒരു പ്രശ്നമാണ്. അവന്മാരൊക്കെ ജയിലിലടയ്ക്കും. വലിയ റേപ്പിന് നടന്നേക്കണത്, ക്രൂരമായ ബലാത്സംഗം. അതായത് 4 പേര് ചേർന്ന്. അതിന് പപ്പ അവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല, അത് അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. പക്ഷെ ആ പെൺകുട്ടി ഉണ്ടല്ലോ, അത് ഓർഫനാണ്. ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരൊറ്റ തെറ്റ് ആ പെൺകുട്ടി ചെയ്തിട്ടുള്ള അതുകൊണ്ടാണ് അച്ഛനൊന്ന് അന്വേഷിക്കണം എന്ന് പറയും. അത് വേണമെങ്കിൽ ഞാൻ അന്വേഷിക്കാമെന്ന് പറയും. പിന്നെ ആ പെൺകുട്ടിക്ക് കട്ട സപ്പോർട്ടായിട്ട് എറണാകുളത്ത് ഒരു ഫാമിലി ഉണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അന്വേഷിക്കാൻ മോളെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ. ഇനി ബാലചന്ദ്രനല്ല കാണിക്കുന്നത്, നമ്മുടെ CI രമേശ് നമ്പ്യാർ, അതായത് മറ്റേ പോലീസുകാരനോട് പറയുന്നേ എങ്ങനെയെങ്കിലും അവൾ ഒപ്പ് മേടിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തിന് അയാൾ വന്ന് പറയും, അതെ അവൾ ഒപ്പിടാൻ സമ്മതിക്കുന്നില്ല സാർ. ഒപ്പിടാൻ സമ്മതിക്കുന്നില്ല എന്നോ? ഇല്ല, അവൾക്ക് കേസില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് ബലമായി പിടിച്ച് ഒപ്പിടിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. പക്ഷേ അവളുടെ പരാതി കൊണ്ടുണ്ടെങ്കിൽ ഇവന്മാരെ 10 വർഷം ജയിലടയ്ക്കാൻ പറ്റിയാണ് നമുക്ക്. ഇതിപ്പോൾ അവൾ പരാതി എഴുതി തന്നില്ല, എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം, ഇവളെയും കൊണ്ട് തെളിവെടുപ്പിന് പോവാം, ബലാത്സംഗം ചെയ്ത് നടന്ന വീട്ടിൽ. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവരോട് അപ്പോൾ പറയും, അത് ശരിയല്ല സാറേ, ഇവിടെ നിന്ന് ചോദ്യം ചെയ്താൽ മതിയില്ല, അവൾ നാളെ മീഡിയയോട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ പണി പോകുമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചിരുന്നാൽ ശരിയാവില്ലല്ലോ, അവളെന്താ ചെയ്യുന്നത് നോക്കട്ടെ എന്ന്. സാറിൻ്റെ ഇഷ്ടം, പിന്നെ എൻ്റെ പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഇഷ്ടമല്ലാണ്ട് തൻ്റെ ഇഷ്ടം നടക്കുമോ, താൻ പോടോ എന്ന് പറയും. അങ്ങനെ അയാൾ ഇഷ്ടക്കുറവായിട്ട് പോകും. പിന്നെ കാണിക്കുന്ന ബാലചന്ദ്രനെ. അപ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ കിടക്കായിരിക്കും. അപ്പോൾ സുലോചന വരും, ചേട്ടാ എന്ന് വിളിച്ച് വരും. നീ എന്തേ വന്നേന്ന് ചോദിക്കും. ആര് വിളിച്ച് പറഞ്ഞു? ഗോവർദ്ധനൻ ചേട്ടൻ പറഞ്ഞു ബാലേട്ടൻ്റെ അടുത്തേക്ക് വരാൻ. ആര് ആസ്പത്രി കിടന്നാലും നീയാണല്ലേ ഉള്ളൂ എന്ന് പറയും. പിന്നെന്താ ചെയ്യുക, നമുക്ക് നോക്കാണ്ട് പറ്റുമോ എന്ന് പറയും. അലീന ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് പറഞ്ഞല്ലോ, അവളെ കണ്ടില്ലല്ലോ. ബാലേട്ടനോടുള്ള കാര്യം പറയാലോ, അവളെ പോലീസ് പിടിച്ചിട്ടുണ്ടോ എന്ന് പറയും. പോലീസ് പിടിച്ചിട്ടുണ്ടോ ഇന്ന് എന്തിനെന്ന് ചോദിക്കും. അവളെ ചോദ്യം ചെയ്യലൊക്കെ എൻ്റെ വീട്ടിലായിക്കൂടെ, എന്തിനാ അവളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്? അതും ഞാൻ ഈ അവസ്ഥയൊക്കെ എടുക്കുമ്പോൾ പട്ടി അവനെ എന്നെ അവിടെയുള്ള ഞാൻ ഈ അവസ്ഥയിൽ നിന്ന് അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്, ചോദിക്കാനും പറയാൻ ആളില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. അപ്പോൾ നീ ആ ഫോൺ ഇങ്ങോട്ട് തരാൻ പറയും. അങ്ങനെ ഫോൺ കൊടുക്കും. കൃഷ്ണമോളുടെ നമ്പറിലേക്കല്ല വിളിക്കുന്നത്, അലീനയുടെ നമ്പറിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ കൃഷ്ണമോളിന് ഫോൺ എടുക്കണം. അപ്പോൾ അലീന എന്തേന്ന് ചോദിക്കും. അച്ഛനായിരുന്നു, എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും. മോളെ അലീന എന്തേന്ന് ചോദിക്കും. അലീന ചേച്ചിനെ പോലീസ് പിടിച്ചിട്ടുണ്ടോ ഈ അച്ഛാന്ന് പറയും. എന്നിട്ട് എന്തുകൊണ്ട് നീ എന്നെ വിളിച്ചറിയിച്ചില്ല എന്ന് പറയും. അച്ഛനെ വിളിച്ചറിയിക്കാൻ അച്ഛൻ്റെ നമ്പർ ഇല്ലല്ലോ, അച്ഛൻ്റെ ഫോൺ ഇവിടെ അല്ലേ. ശരി, എൻ്റെ ഫോൺ എവിടെ? നിനക്കൊന്ന് വന്ന് പറയായിരുന്നില്ല, 1/2 മണിക്കൂറല്ലേ ഉള്ളൂ കൊടുത്തത് ഇവിടെ എത്താമെന്ന് പറയും. അലീന ചേച്ചി പറഞ്ഞു അച്ഛനെ അറിയിക്കരുതെന്ന്. നന്നായി, ആരും ഒന്നും പറയണ്ട, എല്ലാവരും കണക്കിണെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. എന്നിട്ട് ബാലചന്ദ്രൻ ചാടി എഴുന്നേൽക്കണ് അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേന് നേഴ്സും സുലോചനയൊക്കെ പിടിച്ച് വലിച്ച് കെടുത്താണ്. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങളുടെ സഹോദരനല്ലേ, ഒരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ലെന്നൊക്കെ ചോദിച്ച് സുലോചന ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ ഹോസ്പിറ്റലിൽ തന്നെ വൈജയന്തി ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വേറെ നേഴ്സ് കൊണ്ട് പറയും, മാഡം നിങ്ങളുടെ ഭർത്താവിൻ്റെ നോക്കാൻ സിസ്റ്റർ വന്നിട്ടുണ്ട്. ആര്? സുലോചന ആന്ന് തോന്നുന്നുണ്ടെന്ന് പറയും. അവരെന്തോ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് വയലൻ്റ് ആയി എന്ന് പറയും. എന്ത് കാര്യം എന്ന് ചോദിക്കും. എന്തോ അലീന എന്ന് പറഞ്ഞാൽ പോലീസ് പിടിച്ചിട്ടുണ്ടോ ഇന്ന്, അങ്ങനെ എന്തൊക്കെ പറയുന്നേട്ടെന്ന് പറയും. അത് കേട്ടോടുകൂടി നമ്മുടെ വൈജയന്തിൻ്റെ മുഖത്ത് ഇങ്ങനെ പൂത്തിരി കത്തുന്ന പോലത്തെ ഒരു സന്തോഷം. സിസ്റ്റർ ഒന്ന് പോയിട്ട് അവളോടൊന്ന് ആ സുലോചനോടൊന്നും എന്നെ കാണാൻ വരാൻ പറയുമോ എന്ന് ചോദിക്കും. ഞാൻ പറയാമെന്ന് പറയും. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ, അപ്പോൾ അതിന് മുന്നേ തന്നെ മറ്റേ നേഴ്സ് ചോദിക്കും, എന്താ അലീനനെ പോലീസ് പിടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ മേഡത്തിന് സന്തോഷം. മേഡത്തിൻ്റെ മോളെന്ന് പറഞ്ഞു വന്ന പെണ്ണല്ലേ, എൻ്റെ മോളൊന്നല്ല അതെന്ന് പറയും. ഏതോ പഴച്ച സ്ത്രീക്ക് ഉണ്ടായാന്ന് പറയും. സാറിൻ്റെ മോളാണോ? അതൊക്കെ വെറുതെ പിടിച്ചിരിക്കാൻ പറയുന്നതല്ല, ഞങ്ങളുടെ ആരുമല്ല എന്ന് പറയും. പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടിരിക്കും. സുലോചന ഉണ്ടോയ്ക്കും, ചേച്ചി എന്തിനാ എന്നെ വിളിച്ചേ? അതെന്താ നിനക്ക് എന്നെ ഒന്നും കാണാൻ വരാൻ പറ്റില്ലേ? ഇത്രയ്ക്കും കയ്പായോ എന്നെ എന്ന് ചോദിക്കും. അതുകൊണ്ടല്ല,
ചേച്ചിക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ, ബന്ധുക്കൾ, ആങ്ങളമാരും നാത്തൂനും മക്കളും. ബാലേട്ടനല്ല ആരും ഇല്ലാത്തത്. അപ്പോൾ പിന്നെ എനിക്ക് ബാലേട്ടൻ്റെ അടുത്തെല്ലാം നിൽക്കാൻ പറ്റുമെന്ന് അറിയും. എനിക്ക് കുറേ ആൾക്കാരുള്ളതും ബാലേന്ദ്രന് ആൾക്കാരില്ലാത്തതൊക്കെ കണക്ക് തന്നെയെന്ന് പറയും. എന്താ അലീനനെ പോലീസ് പിടിച്ചിട്ട് പോയി കഥ പറയണ്ടായില്ല എന്താന്ന് ചോദിക്കും. അവളെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയിക്കിണെന്ന് പറയും. നന്നായി ഉള്ളൂ, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷം പ്രകടമാക്കി വൈജയന്തി. ദേഷ്യം വന്ന് സുലോചനയ്ക്ക്. മകനെതിരെ പരാതി എഴുതി മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ പിടിച്ചുകൊണ്ടുപോയിട്ടുള്ളത്. ഈ നേരം വരെ അവൾ ഒപ്പിട്ടിട്ടില്ല എന്നാണ് അറിഞ്ഞത്. ഇനി നിങ്ങളുടെ നിലപാട് ഇതുണ്ടെങ്കിൽ അവൾ ഒപ്പിടുമെന്ന് പറയും, നിങ്ങളുടെ സന്തോഷം കണ്ടിട്ട്. എൻ്റെ മോനെതിരെ എന്തേന്നറിയും, പണ്ട് മയക്കുമരുന്ന് കൊടുത്ത് അവളെ പീഡിപ്പിക്കാൻ നോക്കിയല്ലേ, ആ കേസ് കുത്തിപ്പോക്കി കൊണ്ടുവന്നിട്ടുണ്ട് അവർ. അതിന് പരാതി വേണമെന്ന് പറഞ്ഞേക്കണ്. ആ പരാതിയും കൂടെ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മോൻ തീരെ പുറത്തിറങ്ങൂല. അലീനനെ തോൽപ്പിക്കാൻ നടക്കണ്. സ്വന്തം മോൻ +2 പഠിക്കുന്ന ഒരു പെൺകുട്ടീനെ സ്വന്തം ആങ്ങളുടെ മോനും കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞിട്ട് 10 വർഷത്തോളം ജയിലിലേക്ക് എടുക്കേണ്ട അവസ്ഥയിൽ നിൽക്കണ്. എന്നിട്ട് നിങ്ങളുടെ അഹങ്കാരത്തിനൊരു കുറവില്ലല്ലേ എന്ന് ചോദിച്ച് വൈജയന്തിയോട് പൊട്ടിത്തെറിക്കണ് നമ്മുടെ സുലോചന. അപ്പോൾ വൈജയന്തിക്കാണെങ്കിൽ നേഴ്സുമാരുടെ മുന്നിൽ വെച്ച് അതൊക്കെ കേട്ടപ്പോൾ അങ്ങോട്ട് തൊലി ഒഴിഞ്ഞു പോണ പോലെ അലീനനെ തോൽപ്പിക്കാൻ നടക്കണം, സ്വന്തം കാര്യം മറന്നിട്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ചാടിത്തുള്ളി പോകും. ഇവളോ ആരും ഇങ്ങോട്ട് വിളിച്ചേ വിളിപ്പിച്ചേ എന്ന് നേഴ്സിനോട് ചോദിക്കുന്ന ദേഷ്യത്തോടെ വൈജയന്തി. മേഡം പറഞ്ഞിട്ടല്ലേ അവരങ്ങോട്ട് കൊണ്ടുവന്നേന്ന് പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ രാത്രിയായപ്പോൾ CI രണ്ടാമതും വന്നിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ വനിതാ കോൺസ്റ്റബിളിനോട് പറയും, ഇവളെ മുകളിലേക്ക് കൊണ്ടായോ എന്ന് പറയും. ഇവൾ ഒപ്പിട്ടോ പരാതിയിൽ നോക്കും, ഇല്ല എന്ന് പറയും. മുകളിലേക്ക് കൊണ്ടായോ എന്ന് പറയും. ഇവിടെ ചോദ്യം ചെയ്താൽ പോരെയെന്ന് ചോദിക്കും, വേണ്ട അങ്ങോട്ട് കൊണ്ടുവരാൻ പറയും. അങ്ങനെ അയാൾ മുകളിലേക്ക് കയറിപ്പോവും. അപ്പോൾ അലീനൻ്റെ അടുത്തേക്ക് നമ്മുടെ പോലീസുകാർ കൊണ്ട് പറയും, നീ എന്ത് ഭാവിച്ചിന് കൊച്ചേ, ഒപ്പിട്ട് കഴിഞ്ഞിട്ട് പോകാൻ നോക്കാണ്ട് ഇവിടെ നിന്നാൽ എന്താ അപകടമായിരിക്കും എന്ന് പറയുമ്പോൾ, എന്താ അപകടം, എനിക്കൊരു അപകടം ഉണ്ടാവില്ല, ഞാൻ ഒപ്പിടില്ല, എനിക്കൊരു പരാതിയില്ല. പിന്നെ എന്നെ എന്തെങ്കിലും ചെയ്താൽ നാളെ നിങ്ങൾ എന്തായാലും എന്നെ കോടതിയിൽ ഹാജരാക്കൂലേ, അല്ലെങ്കിൽ എന്നെ വിട്ടയക്കില്ലേ. അപ്പോൾ ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം, മേഡത്തിൻ്റെ പേരും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും. എന്നെ ഭീഷണിപ്പെടുത്തേണ്ടിന്ന് ചോദിക്കും. അതെ ഭീഷണിപ്പെടുത്തുന്നു, അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് പറയും. അങ്ങനെ ധൈര്യത്തോടെ ഇങ്ങനെ ആ വനിതാ പോലീസുകാരുടെ മുന്നിൽ ഇങ്ങനെ ഒട്ടും പേടില്ലാതെ ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് നോക്കി നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.